തന്നെ വെഞ്ഞാറമൂട്ടിലെ അഫാന്റെ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മ ഷെമിയുമായി ബന്ധപ്പെട്ടുള്ള ചില ദുരൂഹതകൾ ഇനിയും നീങ്ങാനുണ്ട്. അപ്പം അഫാനെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്ന പോലീസ് ഉമ്മ ഷെമിയുടെ ആരോഗ്യം കുറച്ചുകൂടെ മെച്ചപ്പെട്ടാൽ നിർബന്ധമായും ഉമ്മയെ കൂടി ചോദ്യം ചെയ്യുമോ എന്ന ഒരു സംശയത്തിലേക്ക് നമ്മളെല്ലാം നീങ്ങുകയാണ്. ആ തരത്തിൽ പോലീസിന്റെ ചില നീക്കങ്ങളുണ്ടെന്നും കേൾക്കുന്നുണ്ട്. എന്താണ്? തീർച്ചയായിട്ടും അമ്മയെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന കാര്യങ്ങളാണ് അഫാൻ തെളിവെടുപ്പിനിടെ പോലീസിനോട് പറയുന്നത്. ഇതിന്റെ മോട്ടീവ് എന്താണ് എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ നിരന്തരം ഇത്തരം വാർത്തകൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത്. കാരണം ഒരാൾ ഒരു ദിവസം രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നു, അയാൾ അങ്ങ് തീരുമാനിക്കുന്നു 6 പേരെ ഇല്ലായ്മ ചെയ്യാമെന്ന്. 6 പേരെന്ന് പറയുന്നത് സഹോദരൻ, കാമുകി, ഉമ്മുമ്മ, മൂത്താപ്പയുടെ ഭാര്യ, അമ്മ, ഇവർ ഇത്രയും പേരെ അങ്ങ് കൊല ചെയ്യാം എന്നൊരാൾ തീരുമാനിക്കുന്നു. അയാൾക്ക് പ്രായം 23 വയസ്സാണ്. പറയുന്ന കാരണം സാമ്പത്തികം. എന്താണ് ഇത്ര വലിയ ഇപ്പോൾ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ നിരവധി പേർ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോടും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരോടും പറയാനുള്ളത്, ആത്മഹത്യ നമുക്ക് ദൈവം തന്ന ജീവൻ, അത് ദൈവം എടുക്കുന്നത് വരെ ജീവിച്ചു തീർക്കാം. ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഇനി അഥവാ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 23 വയസ്സായ ഒരു നികൃഷ്ട ജീവി ഒരു ചുറ്റിക കൊണ്ടുവന്ന് ഒരു 6 പേരെ തലങ്ങും വിലങ്ങും ഉപദ്രവിച്ച് തീർക്കുന്നു. എന്നിട്ട് വളരെ കൂളായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുകയാണ്, ഞാൻ ഇത്ര പേരെ തീർത്തു, ഇതിൻ്റെ കാരണം സാമ്പത്തിക പ്രശ്നമാണ്, ഒരൊപ്പിട്ടിട്ട് എനിക്കങ്ങ് പോകണം. നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താ? ഇവൻ വല്ല പ്രാന്തനും വട്ടനുമാണോ എന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. പക്ഷെ പിന്നീട് കൗൺസിലിംഗ് കഴിയുമ്പോൾ പോലീസ് പറയുന്നു ഇവനെക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ കൗൺസിലിംഗ് വിദഗ്ധർ ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ? ഈ ചോദ്യത്തിന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ മറുപടി സമൂഹത്തിന് ലഭിക്കുന്നത് വരെ ഈ ചോദ്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടേയിരിക്കും. ഈ വാർത്ത നമ്മൾ നിരന്തരം പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്യും. കാരണം നാളെ ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതിയോ ഇറങ്ങി ഇതുപോലെ ഒരു ചുറ്റികയും എടുത്ത് ഇന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കളെ മുഴുവൻ തീർക്കാൻ തുടങ്ങിയാൽ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടതാണ്. ഇൻസ്റ്റയിലാണോ യൂട്യൂബിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അച്ഛാ, എനിക്ക് ഒരാളെ കല്യാണം കഴിക്കണം, കല്യാണം കഴിക്കാൻ പറ്റില്ല, ഇന്ന ആളിനെ കല്യാണം കഴിക്കണം, എനിക്ക് നാളെയാണ് എൻ്റെ കല്യാണം, അച്ഛൻ കല്യാണത്തിന് വരണമെന്ന് മകൾ അച്ഛനോട് പറയുമ്പോൾ ആളാരാണ് എന്താണെന്നൊന്നും അറിയാതെ ഞാൻ കല്യാണം കഴിപ്പിച്ച് തരില്ല എന്ന് പറയുമ്പോൾ അടുത്ത് കാണിക്കുന്നത് മോളുടെ കയ്യിൽ ഒരു ചുറ്റികയാണ് അടുത്ത് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മകൻ വന്ന് ചോദിക്കണം, അച്ഛൻ എനിക്ക് 1.5 ലക്ഷം രൂപ വേണം. എന്തിനാണ് 1.5 ലക്ഷം രൂപ? ഐഫോൺ വാങ്ങാൻ. എൻ്റെ കയ്യിൽ ഇപ്പം പണമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അടുത്ത ഇതിൽ കാണിക്കുന്നത് മകൻ്റെ കയ്യിൽ ചുറ്റികയാണ്. അപ്പോൾ ഇത് പേടിച്ച് അച്ഛൻ പറയും, നീ EMI ഫോൺ വാങ്ങിച്ചോ, ഞാൻ ലോൺ അടച്ചോളാം. കാരണം ഈ ചുറ്റികയെന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ കുടുംബത്തിലെ അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കും ആളുകൾക്കെല്ലാം ചുറ്റികയെ ഇത്രത്തോളം പേടിച്ച ഒരു കാലഘട്ടം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ചുറ്റികയും അടുത്ത് ഒരു 23 വയസ്സായ ഒരു ബുദ്ധിക്കോ ശാരീരിക വളർച്ചയ്ക്കോ മാനസിക വളർച്ചയ്ക്കോ ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരുത്തൻ രാവിലെ ഇറങ്ങുന്നു, 6 മണിക്കൂർ ചുറ്റിക്കറങ്ങുന്നു, റിലാക്സ് ചെയ്യുന്നു, ഓരോരുത്തരെയായി തീർക്കുന്നു, എന്നിട്ട് കൂളായി വന്ന് കുളിച്ച് ഡ്രസ്സ് മാറി ഓട്ടോ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി സ്വയം കീഴടങ്ങുന്നു. ഈ റിപ്പർ ചന്ദ്രന് ശേഷം ഏറ്റവും കൂടുതൽ ചുറ്റിക പ്രസിദ്ധമായത്, ഏറ്റവും കൂടുതൽ കുപ്രസിദ്ധമായത് ഈ സമയത്താണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഇല്ലാതാക്കിയ തീർത്തത് എങ്ങനെയാണ്? ഇതേ രീതിയാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ അല്ലെങ്കിൽ മരണത്തിൽ കലാശിച്ചത്. അല്ലെങ്കിൽ രഞ്ജിത്ത് ശ്രീനിവാസനെ തീർക്കാനായി എതിരാളികൾ ഉപയോഗിച്ചത് ഇതേ ആയുധം തന്നെയാണ്, ഇതേ രീതിയും തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന അഫാൻ എന്ന് പറയുന്ന പ്രതിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ അഫാൻ എന്ന് പറഞ്ഞപ്പോൾ ആരോ ഒരാളെ തന്നെ താഴെ വന്ന് ഇട്ട കമൻ്റാണ്, അഫാൻ എന്ന് നിങ്ങൾ പറയരുത്, പ്രതി എന്ന് തന്നെ പറയണം. ശരിയാണത്. കാരണം ഇയാളൊരു വ്യക്തിയല്ല. ഇപ്പോൾ ഇയാളൊരു വ്യക്തിയായിട്ട് എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിലെങ്ങനെ? നാളെ ഇയാൾ ജയിലിൽ ചാടി ഇനിയും 3 പേരുണ്ട് എന്ന് പറയുന്നു. ഈ 3 പേരെ കൂടെ തീർക്കുന്നത് വരെ ഇയാളുടെ പക തീർന്നില്ലെങ്കിലോ? ഇയാൾ നാളെ ജയിൽ ചാടി വന്നാൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് ചിക്കൻ വേണം, മട്ടൻ വേണം, ബിരിയാണി വേണം, ബീഫ് വേണം, യൂറോപ്യൻ ക്ലോസറ്റ് വേണം എന്നൊക്കെ പറയുന്നവന് പോലീസ് 1000 പേരെ കൊന്നവന് നീതി വേണമെന്ന് വാദിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളവർ. അയാൾക്കും നീതി വേണമെന്ന് വാദിക്കുന്നവരാണ്. അപ്പോൾ പോലീസുകാർക്ക് ഇവൻ ചോദിക്കുന്നൊന്നും കൊടുത്തില്ലെങ്കിൽ അവരുടെ ജോലി പോകും.
പിന്നെ കക്കൂസിന്റെ മുകളിൽ നിന്ന് ചാടാൻ ശ്രമിച്ചു. ഇതൊക്കെ ഇവന്റെ നാടകങ്ങളാണ്, വെറും നാടകങ്ങൾ കളിക്കുകയാണ്. അതായത് എന്തൊക്കെയോ മറയ്ക്കാൻ 23 എനിക്ക് തോന്നുന്നു ഒരു 40 വയസ്സിന്റെ ബുദ്ധി ഇയാൾക്ക്, ഈ പ്രതിയായ അഫാൻ ഉണ്ട് എന്നുള്ളതാണ്. കാരണം എന്തൊക്കെയോ മറയ്ക്കണം. അതിനെ നിരന്തരം സാമ്പത്തിക പ്രശ്നം എന്നത് മാത്രമാണ് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ചാനലിൽ കണ്ടോ ഇയാളുടെ അമ്മ പലിശയ്ക്ക് വാങ്ങിച്ചതോ ഇയാളുടെ അമ്മ ചിട്ടി പിടിച്ചിട്ട് പൈസ കൊടുക്കാത്ത ആരെങ്കിലും, ഇവൻ്റെ അമ്മ ഇങ്ങനെയാണ്, ചിട്ടി പിടിച്ചിട്ട് എനിക്ക് പൈസ തന്നില്ല, എൻ്റെ നിന്ന് ഇത്ര രൂപ പലിശയ്ക്ക് വാങ്ങിയിട്ടുണ്ട്, എൻ്റെ നിന്ന് ഇത്ര രൂപ കടം വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? സാധാരണ ഒരു പ്രശ്നമുണ്ടായാൽ ആ ഏരിയയിലെ മുഴുവൻ ജനങ്ങളെ ബൈറ്റ് കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് അല്ലേ? ഇവിടെ ആരും വന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ സാമ്പത്തിക പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ 65 ലക്ഷം രൂപ എവിടെ നിന്ന്, ആരെയിൽ നിന്ന്, എന്തിനൊക്കെ വാങ്ങി, ഇതുവരെ അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അച്ഛൻ 75 ലക്ഷം രൂപ കടമുണ്ടെന്ന് പറയുന്നത് റഹീം തന്നെ പറയുന്നു, എനിക്ക് അങ്ങനെ ഒരു കടമില്ല, കുടുംബത്തിൽ 65 ലക്ഷം രൂപ കടമുള്ള കാര്യം എനിക്ക് അറിയത്തുമില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഉമ്മ ഷെമി എന്തിനാണ് ഈ കാര്യങ്ങൾ മറച്ചു വെക്കുന്നത്? കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ അഫാൻ സത്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കൊടും ക്രിമിനൽ ആണെങ്കിലും പറയുന്നത് മുഴുവൻ സത്യമാണ്. കാരണം ആരെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ തീർത്തു എന്ന് കൃത്യമായി ഒരു പശ്ചാത്താപവും കൂസലുമില്ലാതെ പോലീസിന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അമ്മ ഷെമി പറയുന്നത് എന്താണ്? ഞാൻ കട്ടിലിൽ നിന്ന് വീണപ്പോഴാണ് കണ്ണിന് താഴെ 13 സ്റ്റിച്ച്, കവിളിൽ സ്റ്റിച്ച്, വാക്കാത്ത സ്റ്റിച്ച്, ഇതൊക്കെ ഉണ്ടായത് കട്ടിലിൽ നിന്ന് വീണപ്പോഴാണ് എന്ന്. അപ്പോൾ മകനെ രക്ഷപ്പെടുത്താനാണെങ്കിലും മകൻ ഇത്രയും പേരെ തീർത്തു എന്ന് അറിയുന്നുണ്ട് അമ്മ. എന്നിട്ട് മകൻ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് മകനെ കാണണമെന്ന് ഈ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായി അഫാനെ ചോദ്യം ചെയ്യുന്നതിനേക്കാളും, അഫാനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനേക്കാളും ഷെമി ആരോഗ്യവതിയായി തിരിച്ചു വന്നതിന് ശേഷം ഷെമി എന്ന ഉമ്മയോട് കുറച്ചുകൂടി കൃത്യമായി പോലീസ് കാര്യങ്ങൾ ചോദിച്ചാൽ ഒരുപക്ഷെ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഇവൻ കൂർമ്മ ബുദ്ധിക്കാരനാണ് ഈ അഫാൻ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ. കാരണം അവൻ്റെ നോട്ടും നമ്മൾ കറക്റ്റായിട്ടൊന്ന് വാച്ച് ചെയ്താൽ പാർത്തൻ മനസ്സിലാവും. അവൻ്റെ ഓരോ ചലനങ്ങളും അവൻ്റെ ഓരോ നടത്തത്തിലും ഓരോ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള മൂവ്മെൻ്റാണ് അവൻ നടത്തുന്നത്. നമ്മൾ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന വിഷ്വൽസ് നമ്മൾ കൃത്യമായി കുറച്ച് സമയം നമ്മൾ അവനെ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ നമുക്കത് മനസ്സിലാവും. കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് അവൻ കൃത്യമായി കാര്യങ്ങൾ പറയുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. കാരണം ഈ കൊലപാതകങ്ങൾ ഇവനാണോ ചെയ്തതെന്ന് പോലീസിന് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയമെടുത്തേനെ. കാരണം ഇവൻ മുങ്ങിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇവൻ എവിടെയെന്ന് അറിയില്ലായിരുന്നുവെങ്കിൽ, ഇവൻ പോയി പറയുന്നത് വരെ അല്ലെ പോലീസ് ചിലപ്പോൾ ബുദ്ധിമുട്ടിയേനെ പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാൻ. പക്ഷേ ഇവിടെ ഞാനാണ് പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങിയിട്ട് പറയുകയാണ്, കൂട്ടുകാരനെ വിളിച്ച് പറയുകയാണ് ഒപ്പിട്ടിട്ട് ഞാൻ ദാ വരുന്നു എന്ന്. എന്താണ് ഇവൻ ഉദ്ദേശിക്കുന്നത്? ഇവന് ഏത് തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ട്? ഇവൻ്റെ രാത്രികാല യാത്രകൾ എവിടെയാണ്? ഉമ്മ ക്ഷമിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉമ്മയെ തന്നെ ആദ്യം തീർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും പുറകെ വരാം എന്ന് പറഞ്ഞിട്ട് ഉമ്മയെ കൊല ചെയ്തിട്ട് കൊല്ലാത്തത് എന്താണ്? അല്ല, എന്നിട്ട് ഇവൻ പുറകെ പോകുന്നില്ലല്ലോ. എലിവിഷം കഴിച്ചിട്ടില്ല. അനിയന് വാങ്ങിക്കൊടുത്ത കുഴിമന്തിയിൽ നിന്ന് കൂടെ കിട്ടിയ പെപ്സിയും കുടിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവൻ മാനസിക രോഗമില്ലാത്ത ഇവൻ സാമ്പത്തിക ബാധ്യതകളില്ല എന്ന് അച്ഛൻ റഹീം ഉറപ്പിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ ഇയാളെ പോലീസ് തന്നെ എത്ര നാൾ സംരക്ഷിക്കും? നാട്ടുകാർ എത്ര നാൾ സംരക്ഷിക്കും? മാത്രമല്ല വേറെ കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഈ കാമുകിയെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വന്നു എന്നും ആ ഫോൺ കോളിന്റെ ആ ഒരു ശബ്ദം കേട്ടതിന്റെ ദേഷ്യത്തിൽ വീണ്ടും വീണ്ടും അടിച്ചു എന്നും ഒരു പറയുന്നത് കേട്ടു. അപ്പൊ ഒരു ശബ്ദം വല്യുപ്പേ അപ്പൊ വീണ്ടും വീണ്ടും അടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ശബ്ദം കേട്ടതിന്റെ ഒരു രീതിയിൽ വീണ്ടും വീണ്ടും ആസ്വദിച്ചടിക്കുന്ന ഒരാളിൽ ഒരു സൈക്കോ കില്ലറെ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ ഇതങ്ങനെ അല്ല എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല യഥാർത്ഥത്തിൽ. പക്ഷെ ഇത് ഒരു കൃത്യമായൊരു ഏതെങ്കിലും ഒരു സംഘടനയ്ക്കകത്ത് ഒരു മനസ്സ് കല്ലായി മാറിയ ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം, എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ചെയ്ത കാര്യം. ഇനി കൂട്ട ആത്മഹത്യയാണെങ്കിൽ നമുക്കത് അങ്ങനെയെങ്കിലും എടുക്കാം. കാരണം എല്ലാവരെയും കൊന്നും ശരി ഞാനും ചാവുന്നു എന്ന് പറയുന്ന രീതിയിലേക്കാണെങ്കിൽ അത് അംഗീകരിക്കണമെന്നല്ല, അങ്ങനെ ഒരു മോട്ടീവായിട്ട് നമുക്കത് എടുക്കാം. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഇത് എല്ലാവരെയും കൊന്നിട്ട് ഇവൻ ജയിലിൽ പോകുന്നു. അതുകൊണ്ട് ഇവൻ എന്താ ഗുണം? അതെ, അതാണ് കാലങ്ങളായിട്ടുള്ള ശിക്ഷ. ഒരുപക്ഷെ തൂക്കുകയർ വരെ കിട്ടിയേക്കാം. ആളുകളുടെ പരിഹാസം. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഒരുപക്ഷെ ഇവൻ്റെ ബ്രെയിനിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലേക്ക് ആരോ ഇടപെട്ടോ, ഇനി അതല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും ഓഫർ കൊടുത്തോ, ഇനി അതല്ലെങ്കിൽ ഇവൻ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢസംഘത്തിൻ്റെ ഭാഗമായോ, ഇനി രക്തം കണ്ടറപ്പ് മാറാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരിശീലനം കിട്ടിയോ,
ഈ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇതിൻ്റെ പിന്നിലുള്ള എന്താണ് ഈ പിന്നെ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ അത് പുറത്തു വരിക തന്നെ വേണം. തീർച്ചയായിട്ടും.